ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. രാത്രിയുടെ നിശബ്ദതയിൽ ആലിയയും വൃന്ദയും ഗാർഡനിൽ ഒത്തുകൂടി. ചേച്ചി, അമ്മയുടെ ഈ അവസ്ഥ കാണാൻ എനിക്ക് വയ്യ. നഷ്ടപ്പെട്ട ആ ശക്തികൾ തിരികെ കിട്ടിയാൽ മാത്രമേ അമ്മ പഴയ പോലെ സന്തോഷത്തിലേക്ക് തിരിച്ചു വരൂ. ആലിയ സങ്കടത്തോടെ പറഞ്ഞു. അതെ ആലിയ, അമ്മ അറിയാതെ തന്നെ നമുക്ക് ആ ചടങ്ങ് നടത്താം. ഒരേ ചോരയിലുള്ള നമ്മൾ രണ്ടുപേരും അമ്മയെ തൊട്ട് കൈ കോർത്താൽ ആ ശക്തികൾ അമ്മയിലേക്ക് പ്രവഹിക്കും. വൃന്ദ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവർ പതുക്കെ മാതുലിക ധ്യാനിച്ചിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു. മാതുലിക കണ്ണുകളടച്ച് തളർന്നിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് നൽകാനായി അവർ രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ മാതുലികയുടെ ഇരുവശത്തും നിന്നു. മാതുലിക കണ്ണു തുറക്കുന്നതിന് മുൻപ് തന്നെ വൃന്ദയും ആലിയയും മാതുലികയുടെ കൈകളിൽ പിടിച്ച് പരസ്പരം കൈകൾ കോർത്തു. അമ്മേ, ദാ പിടിച്ചോളൂ അമ്മയുടെ മത്സ്യശക്തി. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് മാതുലിക ഞെട്ടി കണ്ണു തുറന്നു. പക്ഷേ സന്തോഷത്തിന് പകരം അവളുടെ മുഖത്ത് ഭീതിയായിരുന്നു. ഒരു നിമിഷം മുറിയിൽ നീല വെളിച്ചം നിറഞ്ഞെങ്കിലും അടുത്ത സെക്കൻഡിൽ ഒരു ഭീകരമായ ഇടിമുഴക്കം പോലെ എന്തോ ഒന്ന് സംഭവിച്ചു. ഒരു കറുത്ത പുക ആ കൈകൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. വൃന്ദയും ആലിയയും വലിയൊരു ആഘാതത്തോടെ ദൂരേക്ക് തെറിച്ചു വീണു. മാതുലികയുടെ നെഞ്ചിൽ ഒരു കടുത്ത വേദന അനുഭവപ്പെട്ടു. അവൾ വാ പിളർന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. വേണ്ട, നിർത്തോ, കൈകൾ വിടും. മാതുലിക നിലവിളിച്ചു. വൃന്ദയും ആലിയയും ഭയന്ന് കൈകൾ വേർപെടുത്തി. മുറിയിലെ പ്രഭാവലയം നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. അമ്മേ, എന്താ സംഭവിച്ചത്? ഞങ്ങൾ അമ്മയെ സഹായിക്കാൻ ശ്രമിച്ചതാണ്. ആലിയ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വൃന്ദ തളർച്ചയോടെ എഴുന്നേറ്റു. രക്തബന്ധമുള്ളവർ കൈകോർത്താൽ അമ്മയുടെ ശക്തി തിരിച്ചു കിട്ടുമെന്നല്ലേ അമ്മ മുൻപ് ആലിയയോട് പറഞ്ഞിരുന്നത്? പിന്നെന്താ അമ്മേ ഇങ്ങനെ സംഭവിച്ചത്? മാതുലികയുടെ മുഖം വിളറി വെളുത്തിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകൾ മറച്ചു പിടിച്ച് തറയിലേക്ക് നോക്കി നിന്നു. അത് നിങ്ങളുടെ തെറ്റല്ല. എൻ്റെ ശരീരം ഇപ്പോൾ അത്രയും വലിയൊരു ഊർജം താങ്ങാൻ പാകമായിട്ടില്ല. മാതുലിക അവരെ നോക്കാതെ പറഞ്ഞു. പക്ഷെ അമ്മേ, ആ കറുത്ത പുക അതെന്തായിരുന്നു? വൃന്ദ വിടാതെ ചോദിച്ചു. മാതുലിക പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. കൂടുതൽ ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് ഇത് ചെയ്യാൻ. പോ, എന്നെ തനിച്ചു വിട്. അവർ വേഗത്തിൽ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോയി. അവളുടെ കണ്ണുകളിൽ എന്തോ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആലിയയും വൃന്ദയും പകച്ചു നിന്നു. ഒരേ അമ്മയുടെ മക്കളായ നമ്മൾ കൈകോർത്തപ്പോൾ എന്തിനാണ് പ്രകൃതി ഇത്ര വലിയൊരു നാശം കാണിച്ചത്? നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും സത്യം അമ്മ ഒളിപ്പിക്കുന്നുണ്ടോ? ആ രഹസ്യം അവരുടെ ബന്ധത്തെ തകർക്കുമോ? വൃന്ദയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ദീപക്കിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അവൾക്ക് പ്രിയപ്പെട്ട ചോക്ലേറ്റും വാങ്ങി വീട്ടിലെത്തിയ ദീപക് കണ്ടത് ആരെയും അറിയിക്കാതെ ധൃതിയിൽ ഇറങ്ങിപ്പോകുന്ന വൃന്ദയെയാണ്. മനസ്സിൽ ഒരു ആകുലതയോടെ അവൾക്ക് വല്ല അപകടവും സംഭവിക്കുമോ എന്ന പേടിയോടെ ദീപക് തൻ്റെ ബൈക്കിൽ അവളെ പിന്തുടർന്നു. പല ഇടവഴികളും പിന്നിട്ട് അവൾ ചെന്നു നിന്നത് വിജനമായ ആ കടൽ തീരത്തായിരുന്നു. അന്നേരമാണ് അവിടെ അപ്രതീക്ഷിതമായി അവൾ പഴയ കാമുകനായിരുന്ന രഞ്ജിത്തിനെ കണ്ടത്. വൃന്ദ, അവൾ രഞ്ജിത്തിന് അരികിലേക്ക് ഓടിച്ചെന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ വാർന്നു. ദൂരെ മറഞ്ഞു നിന്ന് ആ കാഴ്ച കണ്ട ദീപകിന്റെ നെഞ്ചിൽ ഒരു ഇടുത്തി വെട്ടിയതുപോലെ തോന്നി. എന്റെ മോതിരവും ഊരിക്കളഞ്ഞ് എന്നെ പാടെ മറക്കാൻ നിനക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു അല്ലേ വൃന്ദ? രഞ്ജിത്ത്, എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നെ ചതിച്ച് ദീപകിന് വിവാഹം കഴിക്കേണ്ടി വന്നത് എന്റെ വലിയൊരു തെറ്റായിരുന്നു. വിധി എന്നെ ഒരു പാപത്തിന്റെ കുരുക്കിൽ കൊണ്ടുചെന്ന് ചാടിച്ചു. ആ ദീപക്കുമായി ഒരിക്കലും എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല. ഈ വാക്കുകൾ ഓരോന്നും മൂർച്ചയുള്ള അമ്പുകൾ പോലെ ദീപകിന്റെ ഹൃദയത്തിൽ തറച്ചു. നീ എന്തിനാ വൃന്ദ ഇങ്ങനെ കരയുന്നത്? രഞ്ജിത്ത് അവളുടെ കൈകളിൽ തൊട്ടു. നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞില്ലേ? അവൾ വിങ്ങലോടെ തുടർന്നു. ഇല്ല രഞ്ജിത്ത്, വൈകാതെ തന്നെ ഞാൻ അവരുമായുള്ള ഈ ബന്ധം വേർപെടുത്തും. ദീപകിന്റെ ഭാര്യയായി ജീവിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് നരക തുല്യമാണ്. എനിക്ക് നിന്റെ അടുത്തേക്ക്
തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കഥ ആകെ മാറിപ്പോയി. നീ പണ്ട് കണ്ടിരുന്ന വൃന്ദ അല്ലിത്. നിന്നിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നിൽ നിന്നിരുന്ന ദീപകിന്റെ കയ്യിലിരുന്ന ചോക്ലേറ്റ് മണ്ണിലേക്ക് ഉതിർന്നു വീണു. അവന്റെ ലോകം നിശ്ചലമായി. താൻ ജീവനേക്കാളേറെ സ്നേഹിച്ചവൾ തന്നെ ഒരു ബാധ്യതയെ കാണുന്നുവെന്ന സത്യം അവനെ തകർത്തു കളഞ്ഞു. അവൻ പതുക്കെ അവർക്ക് മുന്നിലേക്ക് നടന്നു വന്നു. അവന്റെ മുഖം വിളറിയിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് പടർന്നിരുന്നു. നിന്റെ നരകത്തിന് ഞാൻ ഇന്ന് അറുതി വരുത്താം വൃന്ദ. ദീപകിന്റെ മരവിച്ച ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞു മാറി. ദീപ്, നീ ഇതെല്ലാം കേട്ടോ? അവൾ ശ്വാസമടക്കി ചോദിച്ചു. നന്നായി, എല്ലാം കേട്ടു. നിന്റെ ഓരോ വാക്കിലും എന്നോടുള്ള വെറുപ്പ് ഞാൻ അറിഞ്ഞു. നിന്നെ ചതിയിലൂടെ സ്വന്തമാക്കിയ ഒരു രാക്ഷസനാണ് ഞാനെന്ന് നീ കരുതുന്നുണ്ടല്ലേ? അവൻ പുച്ഛത്തോടെ ചിരിച്ചു. ഇത്രയും പറഞ്ഞ് ദീപക് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ കടൽ തിരമാലകളെ സാക്ഷിയാക്കി അവിടെ നിന്നും നടന്നു മറഞ്ഞു. രാത്രിയിൽ റൂമിൽ ദീപക് റൂമിലേക്ക് വന്നതും വൃന്ദ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാ നിനക്ക് വേണ്ട മോചനം. ഈ പാപക്കറയിൽ നിന്നും ഞാൻ നിന്നെ സ്വതന്ത്രയാക്കുന്നു. ഇനി നിനക്ക് ഇഷ്ടമുള്ളവൻ്റെ കൂടെ നിന്റെ പഴയ പ്രണയത്തിനൊപ്പം ജീവിക്കാം. ഇന്നു മുതൽ നമ്മൾ തമ്മിൽ അപരിചിതർ. വൃന്ദയ്ക്ക് സത്യം വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ സഹോദരനാണെന്നും ആ രക്തബന്ധത്തിന്റെ പാപം ഭയന്നാണ് താൻ അകലുന്നതെന്നും അവൾക്ക് അലറിക്കൂവണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ സത്യം അറിഞ്ഞാൽ ദീപക് തകർന്നു പോകുമെന്നും മാതുലികയുടെ പ്രതികാരം അവനെ ഇല്ലാതാക്കുമെന്നും അവൾ ഭയന്നു. കണ്ണീരോടെ അവൾ ആ പേപ്പറുകൾ വാങ്ങി. സ്നേഹിച്ചവളെ വെറുക്കാൻ ശ്രമിക്കുന്ന ദീപക്കും സഹോദരനോടുള്ള പ്രണയം പാപമെന്ന് കരുതി നീറുന്ന വൃന്ദയും വിധി വീണ്ടും അവരെ തോൽപ്പിച്ചു കഴിഞ്ഞു. ദീപക് നീട്ടിയ ആ ഡിവോഴ്സ് പേപ്പറുകൾ വൃന്ദയുടെ കൈകളിൽ വിറച്ചു. അവന്റെ കണ്ണുകളിലെ വെറുപ്പ് കാണുമ്പോൾ അവളുടെ ഉള്ളം കരിയുകയായിരുന്നു. പക്ഷെ സത്യം വിളിച്ചു പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. തന്റെ സഹോദരനായ ദീപകിനെ ഈ പാപബന്ധത്തിൽ നിന്നും മോചിപ്പിക്കാൻ അവൾ കടുത്തൊരു തീരുമാനമെടുത്തു. നീ കരുതിയത് ശരിയാണ് ദീപ്. എനിക്ക് രഞ്ജിത്തിനോടൊപ്പം ജീവിക്കണം. നിന്നോടുള്ള സ്നേഹം വെറൊരു അഭിനയമായിരുന്നു. എനിക്കിനി നിന്റെ മുഖം കാണണ്ട. മനസ്സിൽ രക്തം വാർന്ന് കരയുമ്പോഴും ദീപക് തന്നെ വെറുത്ത് പിരിഞ്ഞു പോകട്ടെ എന്ന് അവൾ ആഗ്രഹിച്ചു. അവൾ വേഗത്തിൽ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെച്ചു. ദീപക്, നീ എൻ്റെ സ്വന്തം സഹോദരനാണ്. ആ സത്യം അറിഞ്ഞ് നീ തകരരുത്. നീ സുരക്ഷിതനായിരിക്കാൻ നിന്റെ മുന്നിൽ ഞാൻ ചതിയാകാം. അവൾ മനസ്സിൽ മന്ത്രിച്ചു. പേപ്പറുകൾ അവന് നേരെ നീട്ടുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതാ നിനക്ക് വേണ്ടത്. ഇനി നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, അവൾ കടുപ്പിച്ച് പറഞ്ഞു. ദീപക് ആ പേപ്പറുകൾ വാങ്ങി തിരിഞ്ഞു നടന്നു. അവൻ അകന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ വൃന്ദയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരയായി ഒലിച്ചിറങ്ങി. മാതുലികയും ആലിയയും ദീപകിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത് അവൾ പെട്ടെന്ന് ഓർത്തു. ഇല്ല അമ്മേ, ദീപകിനോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് കഴിയില്ല. അവൻ എൻ്റെ ശത്രുവല്ല, എൻ്റെ ചോരയാണ്, അവൾ ഉറപ്പിച്ചു. വിധി നിശ്ചയിച്ച ആ വലിയ നുണയുടെ ഭാരവും പേറി അവൾ ഒറ്റയ്ക്കായി. ദീപകിനോടുള്ള തന്റെ സ്നേഹം ഇനി ഒരു സഹോദരിയുടെ പ്രാർത്ഥനയായി മാത്രം അവളിൽ അവശേഷിക്കും. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തളർന്ന ഹൃദയവുമായി റൂമിലെത്തിയ വൃന്ദയെ കാത്ത് മാതുലികയും ആലിയയും ഉണ്ടായിരുന്നു. എന്തായി വൃന്ദ? ആ ദീപകിനെ തീർക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നീ അവനെ വകവരുത്തിയോ? മാതുലികയുടെ കണ്ണുകളിൽ ക്രൂരത മിന്നിമറഞ്ഞു. വൃന്ദ തളർച്ചയോടെ ചുമരിലേക്ക് ചാരി നിന്നു. അവളുടെ കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരുന്നു. ഇല്ലമ്മേ, അവനോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഇനി ഒരിക്കലും ദീപകിനെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് ആലിയ ആവേശത്തോടെ മുന്നോട്ട് വന്നു. അവളുടെ കണ്ണുകളിൽ ദീപകിനോടുള്ള പക ജ്വലിക്കുകയായിരുന്നു. ചേച്ചിക്ക് കഴിയില്ലെങ്കിൽ വേണ്ട. ആ ചതിയന്റെ ചോര ഈ മണ്ണിൽ വീഴണം. ചേച്ചി പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അവൻ നന്ദഗോപാലന്റെ മകനാണ്. നമ്മുടെ അമ്മയെ ഗർഭിണിയാക്കി നമ്മൾ രണ്ടുപേരെയും ജനിപ്പിച്ചില്ലേ അവൻ ഇനി സ്വന്തം ചോരയിൽ കുഞ്ഞുങ്ങൾ വേണ്ട. അതുകൊണ്ട് ദീപകിനെ നമ്മൾ കൊന്നേ മതിയാവൂ. ആലിയ തന്റെ അരയിൽ ഒളിപ്പിച്ച കടാര പുറത്തെടുത്തു. വേണ്ട ആലിയ, ഒരിക്കലും അത് ചെയ്യരുത്. വൃന്ദ അലറിക്കൊണ്ട് ആലിയയുടെ കൈകളിൽ പിടിച്ചു. ചേച്ചി എന്തിനാ ആ ചതിയന് വേണ്ടി വാദിക്കുന്നത്? ആലിയ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ദീപിനെ പ്രണയിക്കുന്നത് കൊണ്ട്.
ശനി ഞായർ രാത്രി 7 മണിക്ക്. ഭൂതകാല രഹസ്യങ്ങളുടെ എല്ലാം മൂടുപടം അഴിച്ചു വെക്കുന്നു. Thank you.